ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മളല്ല ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറേ ദിവസമായി, ഏകദേശം ഒരു 2 ആഴ്ചയായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അതോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇങ്ങനെ വീക്ക്ലി വൺസ് ഒരു ലോങ് വീഡിയോ ഇടണം എന്നാണ് വിചാരിച്ചത്, പക്ഷേ നടന്നില്ല ഗൈസ്, നടന്നില്ല. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇനി വീഡിയോ എടുക്കുന്നത് എന്ന് പോസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല. മാക്സിമം ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമുക്കിന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. കാർത്തിക്കിന് കുറച്ച് സാധനങ്ങൾ കൂടി സ്കൂളിലേക്ക് വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മളത് ഇന്ന് പോകാൻ തന്നെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടാണ് നേരത്തെ വാങ്ങിച്ചു വെക്കാറ്. അപ്പോൾ ഇനിയിപ്പം ഔട്ടിങ്ങൊക്കെ നമുക്ക് കുറയുമല്ലോ. കൃതികയും അംഗനവാടിയിൽ, കാർത്തിക്കും സ്കൂളിൽ. അപ്പം ഇനി ഔട്ടിങ്ങൊക്കെ കുറഞ്ഞ് വരും. ഇനിയിപ്പോൾ വെക്കേഷൻ ടൈമിലിപ്പോൾ നമുക്ക് എപ്പോഴും പോകാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഫസ്റ്റ് വീക്ക് സ്കൂൾ റീ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് സൺഡേ നമുക്കിങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നു. അപ്പം അച്ഛൻ വരുന്നില്ല, അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകാനാണ് പ്ലാൻ ചെയ്തത്. കുറച്ച് നേരത്തെ പോകണം, വൈകുന്നേരത്തിന് മുന്നേ ഇങ്ങനെ വരണം. ഒത്തിരി താമസിക്കാതെ അതിന് മുന്നേ വരണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഫുഡ് എല്ലാം രാവിലെ ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ പോകാമെന്നുള്ള പ്ലാനിലാണ്. അച്ഛൻ വരാത്തതുകൊണ്ട് തന്നെ ലഞ്ചും കൂടെ എല്ലാം നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പം മാക്സിമം ഇന്നത്തെ എല്ലാ ക്ലിപ്പും എടുക്കാൻ ഞാൻ നോക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ എണീറ്റു. നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ നമുക്കതെല്ലാം ഉണ്ടാക്കാം. പിന്നെന്താ, പിന്നെ ഇങ്ങനെ ഓരോന്ന് കാണാം. കാർത്തിക് എണീറ്റിട്ടുണ്ട്, കൃതിക എണീറ്റിട്ടില്ല. കാർത്തിക് അച്ഛനോടെ വെളിയിലിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കാം. ഓക്കെ, അപ്പം വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലെറ്റ്സ് ഗോ. അത് കഴിഞ്ഞ് നമ്മുടെ കൃതിയക്കുട്ടി ഉണർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ ചിരിച്ചുകൊണ്ട് വരും, ചില ദിവസങ്ങളിൽ കരഞ്ഞുകൊണ്ട് വരും. ആസ് പെർ ഹെർ മൂഡ്, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹെർ മൂഡ് സ്വിങ്സ് അല്ലേ. നമുക്കുള്ള പോലെ അവർക്കും മൂഡ് സ്വിങ്സ് കാണുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂഡൊക്കെ റെഡി ആയി വന്നപ്പോൾ അതാ പിന്നെ ഡാൻസ് ആണ് കേട്ടോ. ആക്ച്വലി കോപ്പി റൈറ്റിംഗ് ഇഷ്യൂസ് യൂട്യൂബിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ഒരു സോങ് ഒക്കെ ആഡ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, ഒരു രക്ഷയില്ല. നമ്മുടെ ചാനൽ തന്നെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കുന്നില്ല. കാർത്തിക് പിന്നെ ഡാൻസ് ഒന്നും കളിക്കത്തില്ല. അതാ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു. പുള്ളിക്കാരി ഡാൻസ് കാണാം കേട്ടോ മെയിൻ. അപ്പൊ രാവിലെ ഞാൻ പാട്ടൊക്കെ വെച്ചു കൊടുത്തപ്പം ഡാൻസ് കളിക്കുകയാണ് കേട്ടോ. കാർത്തിക്കിന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നാണം വരുവാണോ എന്തുവാണോ എനിക്കറിയാം. ഞാൻ അവനോട് പറയണ്ട, നീയും കൂടെ കളിക്കുന്നു പറഞ്ഞപ്പോൾ ഒരു രക്ഷയില്ല, ഞാൻ കളിക്കുന്നില്ല, അമ്മ അവിടെ വീഡിയോ എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതാണ്ട് അച്ഛൻ വെളിയിലിരിക്കുകയാണ് കേട്ടോ. രാവിലത്തെ കട്ടൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം വരെ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമ്മളിന്ന് ആലപ്പുഴ വരെ പോകുന്നതുകൊണ്ട് തന്നെ കൃതിക അതേ രാവിലെ കുളിച്ചിട്ടുണ്ട് കേട്ടോ. കൃതിക രാവിലെ കുളിക്കും, പക്ഷെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് റെഡി ആവുന്നത് കൃതികയാണ് കേട്ടോ. അപ്പം അവിടെ നിന്ന് എന്തോ ഒരു പൂ പിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം, അമ്മ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് എന്നെ ഒന്ന് കാണിക്കുക, ഇത് ഞാൻ പിച്ചിയ പൂവാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ ഫോട്ടോ എന്ന് കാണിച്ച്. അതാണ് ആ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി പോകുന്നത് വരെ ഡ്രസ്സിൽ അഴുക്കൊന്നും പറ്റിക്കാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് തീയൽ വെച്ചു കേട്ടോ അച്ഛന്. പിന്നെ ഒരു 3-4 പീസ് ചിക്കൻ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തീയൽ മാത്രം കൂടി ചോറിനാൻ പറ്റത്തില്ലല്ലോ, അപ്പം നമ്മൾ പുറത്തുനിന്നായിരിക്കും കഴിക്കുന്നത്. അച്ഛന് വേണ്ടിയിട്ടാണ് തീയലും ചിക്കനും കൂടെ വറുത്തത്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എവിടെ പോകാൻ ഇറങ്ങിയാലും മഴയാണ് കേസ്. ഞങ്ങൾ നല്ലോണം നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് റെഡിയായി വെളിയിൽ വന്നപ്പം അതിശക്തമായ മഴ. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കർണൻ്റെ കവചകുണ്ടലങ്ങൾ പോലെ ഞാൻ എൻ്റെ കണ്ണാടി ധരിച്ചു. കണ്ണാടി വെച്ചാലും ഇല്ലെങ്കിലും തലവേദന എടുക്കും, അത് വേറൊരു സത്യം. അങ്ങനെ പിന്നെ ഞാനും റെഡിയായി. കൃതിക പിന്നെ നമ്മൾ ഇറങ്ങാൻ പോകുമ്പോൾ തനിയെ ചെരുപ്പൊക്കെ എടുത്തിട്ട് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന ചെരുപ്പ് ഏതാന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഇടുന്നത്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് തന്നെ ചെരുപ്പെല്ലാം കറക്റ്റായിട്ടെല്ലാം സെറ്റ് ചെയ്തിടും. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ വീണ്ടും മഴ വരുന്നുണ്ട് ഗൈസ്. അപ്പം നമ്മളതായത് മഴക്കാറോ മഴക്കോളോ അങ്ങനെ എന്തോ ഓരോ സ്ഥലത്ത് ഓരോ പേരാണല്ലോ പറയുന്നത്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ വണ്ടിയിൽ കയറി പോവാണ് കേട്ടോ. അങ്ങനെ തോട്ടപ്പള്ളി കാണിക്കുകയാണ്. ആലപ്പുഴ ഭാഗത്തോട്ട് പോകുമ്പോൾ തോട്ടപ്പള്ളി കാണിക്കാതെ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അല്ലേ. അങ്ങനെ പാറുക്കുട്ടിയുണ്ട്. ഞാനിപ്പോൾ പാറു എന്ന് വിളിച്ചോണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പം നേരത്തെ ഞാൻ പാർവതി എന്നായിരുന്നു വിളിക്കുന്നത്. ഇപ്പം നമുക്കിവിടെ 2 പാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വിളിച്ച് ഒരാൾ പാറും, ഇതിപ്പോൾ പാറുക്കുട്ടിയായി. ഇപ്പം സ്ഥിരം ഞാൻ പാറുക്കുട്ടി എന്ന് തന്നെയാണ് കേട്ടോ വിളിക്കുന്നത്. പാറുവിൻ്റെ യഥാർത്ഥ പേര് സാന്ദ്ര എന്നാണ്. അങ്ങനെ നമ്മുടെ ഹൈവേയുടെ പണിയൊക്കെ 3/4% തീർന്നൊന്നും എനിക്കറിയത്തില്ല, ഏതാണ്ടൊക്കെ തീർന്നെന്ന് തോന്നുന്നല്ലേ. അപ്പം പഴയതുപോലല്ല, ഇപ്പം സ്ഥലമൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും വന്ന് സ്റ്റോപ്പായി പോയാൽ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയാൻ പറ്റത്തില്ല, ഒരു കണ്ടീഷനാണ്.
അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഡ്രൈവ് ചെയ്ത് ആലപ്പുഴ ചെന്നിട്ടുണ്ട്. പക്ഷേ ഇതാ നമ്മൾ വണ്ടി ഒരിടത്ത് പാർക്ക് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല മഴ. പിന്നെ മഴ നനയാതെ ഒരു രക്ഷയില്ല. നമ്മൾ വന്നത് വേറെ എവിടെയല്ല, ബ്രദേഴ്സ് ഹോട്ടലിലാണ്. ഇവിടെ നല്ല ഫുഡ് ആയതുകൊണ്ടും എപ്പോഴും നല്ല തിരക്കാണ്. നമ്മൾ വരുന്ന സമയത്ത് പാർക്കിംഗ് ഫുള്ളായിരിക്കും. അതുകൊണ്ട് നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റാനുള്ള റിസ്ക് എടുത്തില്ല. അതിന് മുന്നേ നമ്മൾ വണ്ടി കുറച്ച് പുറത്തോട്ട് മാറി തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൽ വണ്ടി കയറ്റിയിട്ട് പിന്നെ ഇറക്കുക എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ നമ്മളിത് അവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. കാർത്തിക് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഇവിടുത്തെ ലൈറ്റിംഗ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്തു. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോയും ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഇവിടുത്തെ ബിരിയാണി ഒരു രക്ഷയില്ല, അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ഇവിടുത്തെ ബിരിയാണിയിൽ മുട്ടയുണ്ട്, എല്ലായിടത്തും ഉണ്ടായിരിക്കും, പക്ഷെ എനിക്കറിയത്തില്ല. എന്താണ് നമ്മൾ 2 ബിരിയാണിയാണ് 4 പേരും കൂടെ കഴിച്ചത്. എന്നിട്ട് അത് ബാക്കിയായിരുന്നു. ഇപ്പം എല്ലാവരും ഡയറ്റാണ്, ഞാനും ഡയറ്റാണ്, കുറച്ചേ കഴിക്കുന്നുള്ളൂ. അങ്ങനെ ചിക്കനും നല്ല സലാഡും ആ മുട്ടയും ആ പപ്പടും അച്ചാറും ഞാൻ ബിരിയാണിയുടെ കൂടെ കൂട്ടാറില്ല, എനിക്കിഷ്ടമല്ല. ബാക്കി എല്ലാം കൂടെ എടുത്തിട്ട് ഒരു പിടി പിടിച്ച്. സത്യം പറയാമല്ലോ ഒരു രക്ഷയില്ല. ഇന്ന് എൻ്റെ കയ്യിൽ ഈ കാണുന്ന പാട് നേരത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, അന്ന് എൻ്റെ കൈ പൊള്ളിയതാണ്. ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി അത് മാറ്റിയെടുക്കണം. അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മൾ കഴിക്കുകയാണ്. പെട്ടെന്നല്ല, കുറച്ച് പെട്ടെന്ന് കഴിക്കണം. കാരണം നമുക്ക് 2-3 സ്ഥലത്തും കൂടെ പോകാനുണ്ട്. ഇതേ ക്ലൈമറ്റ് ആണെങ്കിലും നമ്മൾ എല്ലായിടവും മഴ നനയുന്നതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡിൽ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറയണ്ടല്ലോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അങ്ങനെ എവിടെ പോയാലും ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു ജ്യൂസ് മസ്റ്റാണ്. ഇന്ന് ഷാർജ കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലൈം ജ്യൂസ് ലഭിക്കും ഗൈസ്. ലൈം ജ്യൂസ് കുടിക്കുകയാണ് കേട്ടോ. ആരും അറിയുന്നില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. എൻ്റെ അടുത്ത് ചോദിക്കാനൊക്കെ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് വാങ്ങിക്കുന്ന പകുതി ജ്യൂസ് എനിക്കാണ് കേട്ടോ എപ്പോഴും തരുന്നത്. കാർത്തിക്ക് പൈനാപ്പിൾ ജ്യൂസാണ് ഓർഡർ ചെയ്യുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ പാറുമാണ് എനിക്ക് ജ്യൂസ് തന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ സീമാസിലോട്ടാണ് കേട്ടോ പോയത്. സീമാസിൽ പോയാലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് കുറേ സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് എവിടെ വേണേലും നടക്കാം. പണ്ടൊക്കെ ഇങ്ങനെ എനിക്ക് ആലപ്പുഴയിൽ അത്യാവശ്യം വലിയ ഷോപ്പായിരുന്നല്ലോ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ കാർത്തിക്കിന് 2 ബാഗി ജീൻസ് നോക്കാൻ വന്നതാണ്. പക്ഷേ ലെങ്ത് കറക്റ്റ് ആകുമ്പം വേസ്റ്റിൻ്റെ അവിടെ പോകും, വേസ്റ്റ് കറക്റ്റ് ആകുമ്പം ലെങ്ത് ചെറുതായി. ഇപ്പോൾ അവന് വണ്ണം ഒത്തിരി കൂടുതലായതുകൊണ്ടാണോ എനിക്കറിയത്തില്ല, വേസ്റ്റ് കറക്റ്റ് അളവിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ച് വേറെ എവിടെന്നെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടിപ്പുറത്തൊരു ഫാൻസി ഷോപ്പ് ഉണ്ടെന്ന് നമുക്ക്. പിന്നെ ഈ ലേഡീസിന് ഫാൻസി ഷോപ്പ് കാണുമ്പോൾ ഒരു കണ്ണ് തള്ളലുണ്ടല്ലോ. അപ്പം ഞങ്ങളുടെ മനസ്സറിഞ്ഞ് തന്നെ ചേട്ടൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പോയി വാങ്ങിച്ചോളാം. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല. ഹൃദയക്ക് കുറച്ച് ക്ലിപ്പും ഹെയർ ആക്സസറീസും കാര്യങ്ങളും ഹെയർ ബോയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ അംഗനവാടിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ മാച്ചിങ് ആയിട്ടുള്ളതൊക്കെ ഇട്ട് കൊടുത്ത് വിടാമെങ്കിൽ കുറച്ച് സന്തോഷമായിരിക്കില്ല. അങ്ങനെ നല്ല ഹൃദയക്ക് 2 ക്ലിപ്പ് ആദ്യം തന്നെ എനിക്ക് ചെന്നപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ പാറുവിനോട് തന്നെ പാറുവിന് ഇഷ്ടമുള്ള 2 ക്ലിപ്പ് എടുക്കാൻ. പിന്നെ കൃതിയെക്കുറിച്ച് ഓർത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പുള്ളിക്കാരിക്ക് ഇഷ്ടമുള്ളത് തന്നെ ഷോപ്പിൽ പോയി ഡ്രസ്സാണെങ്കിലും മേക്കപ്പ് ഐറ്റംസ് ആണെങ്കിലും ഹെയർ ആക്സസറീസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ചെരുപ്പാണെങ്കിലും തന്നെ സ്വന്തമായിട്ട് സെലക്ട് ചെയ്തെടുത്തോളൂ. അങ്ങനെ അത് കഴിഞ്ഞ് അവൾ എന്തൊക്കെയോ നോക്കി എടുക്കുന്നുണ്ട്. പിന്നെ ദാണ്ട് ഇതെല്ലാവരും റീൽസ് ഇടുമ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് ഇതിൽ ഒരെണ്ണം വാങ്ങിച്ച് വെക്കണം. അപ്പോൾ അത് അവിടെ കണ്ടപ്പം ഞാൻ പാറുവിനോട് പറഞ്ഞു ഞാനും വെച്ചിട്ട് ഇങ്ങനെ കീ എന്ന് വെക്കാം, നിങ്ങൾ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ കൃതിയെ തന്നെ ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യാണ്. പക്ഷേ ഈ കൊമ്പ് ഇങ്ങനെ മുകളോട്ട് പോകുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്നും കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ദാഹിച്ച് വലഞ്ഞ് കുഴഞ്ഞ് പോയി ഗൈസ്. നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പൈനാപ്പിൾ ജ്യൂസോ എന്തൊക്കെയാണോ കുടിച്ചത്. ഞാൻ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. നല്ല തണുപ്പായതുകൊണ്ട് എനിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവർ ജ്യൂസ് കുടിച്ച് ഞാനും പാറും സ്കിപ്പ് ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ഗൈസ്. അങ്ങനെ അവർ കുടിച്ച്. കൃതിയെ മഞ്ച് കിട്ടാത്ത വിഷമത്തിൽ കരഞ്ഞുകൊണ്ട് വരികയാണ് കേട്ടോ. പിന്നെ കൃതിയൊക്കെ ആ 7up കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് നമ്മൾ എന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് കല്യാൺ ജ്വല്ലേഴ്സിലാണ് കേട്ടോ. കൃതിയയ്ക്ക് ദാണ്ട കൊലുസ് വാങ്ങിക്കാനാണ് പോയത്. കുറേ കൊലുസ് അവിടെ ഇട്ടിട്ടുണ്ട്. കൃതിയയ്ക്ക് കാലിന് നല്ല വണ്ണം കൂടുതലായതുകൊണ്ട് ഞാനിങ്ങനെ ആക്കി പറയുന്നതാണ് കേട്ടോ. കൃതിയയ്ക്ക് കാലിന് തീരെ വണ്ണം കുറവായതുകൊണ്ട് അവിടെ ഇരുന്ന കൊലുസിൽ ഏറ്റവും ചെറുതാണ് കൃതിയയ്ക്ക് സെറ്റായത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ വലിയും. അപ്പോൾ ഇത് ഊരിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കൊലുസും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ മോഡൽ അങ്ങ് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ ചെറുതാണ് നോക്കിയെടുത്തത് കേട്ടോ. അവിടെ അത്യാവശ്യം കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ നോക്കി അങ്ങനെ ലാസ്റ്റ് ഒരെണ്ണം സെറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ ഇട്ടേക്കാൻ. അങ്ങനെ അവർ അപ്പം തന്നെ അത് ഇടുകയാണ് കേട്ടോ. കാരണം വീട്ടിൽ ചെന്നിട്ട് ഇടാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇടുമ്പം ടൈറ്റ് ആവുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസാവും, ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്.
അങ്ങനെ അവരത് ടൈറ്റ് ചെയ്തിടാൻ പോയ സമയം കൊണ്ട് ഞാനും പാറും കൂടെ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഗൈസ്. ഞാൻ ഇപ്പോഴേ ചത്ത് ശവമായിട്ടിരിക്കുകയാണ്. ആക്ച്വലി മൈഗ്രെയിൻ ഓൾവേസ് ടോർച്ചേഴ്സ് മീ വെരി ബാഡ്ലി. എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. ആ സമയത്ത് തന്നെ എൻ്റെ തല രണ്ടായിട്ട് വെട്ടിപ്പൊളക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പരുവത്തിന് ഇങ്ങനെ നിന്ന്. സത്യം പറയല്ലോ, എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു രക്ഷയില്ല. എനിക്ക് എവിടെയെങ്കിലും പോയാൽ അപ്പം തലവേദന വരുവേ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കാർത്തിക് ഇതാ അവിടെ എല്ലാം ഓടി നടക്കായിരുന്നു. കുറച്ച് നേരം കാർത്തിക്കിന് ഫോൺ കൊടുത്ത് അങ്ങനെ സെറ്റായി. അത് കഴിഞ്ഞ് നമ്മുടെ കൃതികയും കൊണ്ട് നമ്മൾ ഇനി അടുത്തത് കാർത്തിക്കിന് സ്കൂളിലെ ഷൂ വാങ്ങാൻ പോയി. അപ്പോൾ കൃതിക അവിടെ നിന്ന് ഏതൊക്കെയോ ചെരുപ്പ് എടുത്തിട്ട് തന്നെ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് പർച്ചേസിങ്ങും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 12 to 12 ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ ആലപ്പുഴയിൽ തന്നെയാണ്. ഇവിടെ നമ്മൾ കുറച്ച് നാളായിട്ട് കയറണം എന്ന് വിചാരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവിടുത്തെ ടീയും സ്നാക്സും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഹോട്ടൽ ഫുഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ വയറ്റിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇനി പിന്നെ ഒരു ദിവസം ആട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ആലപ്പുഴ മുഴുവൻ അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലമാണിപ്പം. എന്നും നല്ല തിരക്കുള്ള സ്ഥലമാണല്ലേ. ഞാനിതൊക്കെ കണ്ടിങ്ങനെ വെറുതെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. കാർത്തിക് ഏത്തയ്ക്കാപ്പം, അതായത് പഴംപൊരി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ അതും അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ കട്ട്ലറ്റും പപ്സും പിന്നെ ഒരു പോക്കറ്റ് ഷവർമയാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ചായ മസാല ടീ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വേണ്ട, കാർത്തിക്കിൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത് പഴംപൊരി കിട്ടാത്ത വിഷമമാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നവരെ